പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള പുതുവത്സര ആശംസകളെ കെ.ഇ. ബെഹറിന്റെ നാമത്തിൽ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ശനിയാഴ്ച ജാനുവരി 2 നമുക്കൊന്നിച്ച് കർത്താവിൻ സന്നിധിയിൽ അല്പസമയം ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചരിത്രം സൃഷ്ടിച്ച ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. കോവിഡ് എന്ന മഹാമാരി
കഴിഞ്ഞ വർഷം കണ്ട പലരും, വർഷത്തിൻ്റെ ആരംഭം കണ്ട പലരും അവസാനം കാണാതെ പോയപ്പോൾ ഇത്രത്തോളം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ജയോത്സവമായി ഈ പുതുവർഷത്തിൻ്റെ ആരംഭം കാണാൻ ദൈവം നമ്മോട് കാണിച്ച മഹാദയയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയം നിങ്ങൾ ഞങ്ങളോടായിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും പ്രത്യാശയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഈ മ്യൂസിക് ഫെസ്റ്റ് 2021 നമുക്കിപ്പോൾ ആരംഭിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള പരിപാടി ലീഡ് ചെയ്യുന്നതിനായി ബഹറിൻ KE ചാപ്റ്ററിൻ്റെ മീഡിയ കോർഡിനേറ്ററായിരിക്കുന്ന ബ്രദർ ജിബിനെ ഞാൻ ക്ഷണിച്ചു. നന്ദി വിനോയിച്ച. KE ബഹറിൻ ചാപ്റ്റർ ക്രമീകരിച്ചിരിക്കുന്ന KE മ്യൂസിക് ഫെസ്റ്റ് 2021 ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി IPC പെനിയേൽ ചർച്ചിന്റെ കർത്തദാസനായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് സാം അവറുകളെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ 2021 പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അനുഗ്രഹീതമായ സംഗീത വിരുന്നൊരുക്കി ഒരുക്കുവാൻ തക്കണോ അങ്ങ് അവിടുത്തെ മക്കളെ ബലപ്പെടുത്തി ഓർത്തു നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അതിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ക്രൈസ്തവ എഴുത്തുവരെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നല്ലോ. ഈ ഐലൻഡിൽ വന്ന് പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, വിവിധ സഭകളിൽ കൂടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവരിൽ പകർന്നിരിക്കുന്ന താലന്ത് മനസ്സിലാക്കി അതിനൊത്തവണ്ണം അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർ കാണിക്കുന്ന എല്ലാ നന്മകൾക്കും അവർ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായും നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദിവസം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങോട്ട് കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരവരിൽ പകർന്നിരിക്കുന്ന താലന്തുകൾ കർത്താവെ വികസിപ്പിച്ചെടുത്ത് അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതരായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ സഭകൾക്ക് ഞങ്ങൾക്ക് അവിടെ സാവകാശം നൽകി കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്ന ക്രൈസ്തവ എഴുത്തുവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം നടക്കുന്ന ഈ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നുകൊണ്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മീറ്റിങ്ങിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും തിരുസാഫ്യം നൽകി തന്ന് ബലപ്പെടുത്തുമാറാകണമേ. സകലത്തിലും ഉപരി വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർ ജോസഫ് സാം അവരോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് വെൽക്കം ആൻഡ് ഇൻട്രൊഡക്ഷന് വേണ്ടി KE ബഹറിൻ ചാപ്റ്ററിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറും IPC ബഹറിൻ ചർച്ചിന്റെ കർത്തദാസനുമായിരിക്കുന്ന പാസ്റ്റർ ജെയ്സൺ കുഴുവിലെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവും രാജാതിരാജാവും വീണ്ടും വരുന്നവനും ആയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രൈസ്തവ എഴുത്തുപുരയുടെ ഓൺലൈൻ മാധ്യമത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും ക്രൈസ്തവ എഴുത്തുപുര ബഹറിൻ ചാപ്റ്ററിൻ്റെ പേരിൽ വന്ദനം അറിയിക്കുന്നു. 40-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സങ്കീർത്തനക്കാരൻ കാത്ത് ഇരുന്ന സാഹചര്യത്തിൽ അദ്ദേഹമായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് നാശകരമായ കുഴിയും കുഴഞ്ഞതായ ചേറുമായിരുന്നു. ഒരു നിലവാരത്തിലും മുൻപോട്ട് പോകുവാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ കുഴഞ്ഞ ചീറ്റിൽ നിന്നും ദൈവം തമ്പുരാൻ കാത്തിരുന്ന ഭക്തനെ കയറ്റി കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കിയ ശേഷം അവൻ്റെ വായിൽ പുതിയ പാട്ട് നൽകിക്കൊടുക്കുവാനിടയായിത്തീർന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അനേക ക്രിസ്തീയ ഭക്തന്മാരുടെ നാവിൽ നിന്നും അനേക ഗാനങ്ങൾ രൂപപ്പെടുവാനിടയായി തീർന്നു എന്നത് ഒരു സത്യമായി നിലകൊള്ളുന്നു. വിവിധ ഭാവങ്ങളും രൂപങ്ങളും ഈണങ്ങളും ഒക്കെ കൊടുത്ത് ക്രിസ്തു ഭക്തന്മാരുടെ ജീവിതഘട്ടങ്ങളിൽ ആശ്വാസവും ബലവും സന്തോഷവും നൽകിക്കൊടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും വീര്യപ്രവൃത്തികളെയും ദയയെയും കരുണയെയും വിശ്വസ്തതയും ഒക്കെ ഓർത്തപ്പോൾ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുവാനിടയായി തീർന്നു, യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്ന നല്ലത്, അത് മനോഹരവും സ്തുതിയുചിതവും തന്നെ. ദൈവത്തിന് പാടുന്നത് മനോഹരവും
ദൈവത്തിന് പാടുന്നത് സ്തുതി ഉചിതവും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇരുളിൽ പ്രകാശവും പാതിയിൽ വെളിച്ചവും, ദുഃഖത്തിൽ ആശ്വാസവും, അസ്വസ്ഥതയിൽ ശമനവും, ബലഹീനതയിൽ ബലവും, ശക്തിയില്ലായ്മയിൽ ശക്തിയും, കഷ്ടങ്ങളിൽ സഹായവും, മുറിവുകളെ പൊറുപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന അനേക ഗാനങ്ങൾ ക്രൈസ്തവ ഗാന കൈരളിക്ക് ഉണ്ട് എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ്. ഇന്ന് ക്രൈസ്തവ എഴുത്തുപുര ബഹ്റിൻ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രിയ സഹോദരീ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമമഹത്വത്തിനായി പാടുന്ന ഓരോ ഗാനങ്ങളും ഏവർക്കും ആശ്വാസവും ബലവും ശക്തിയും കരുത്തും ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയും നൽകി തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനസന്ധ്യ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുവാൻ അനേക എഫേർട്ടുകളും സമയങ്ങളും ചെലവഴിച്ച KE ബഹ്റിൻ ചാപ്റ്റർ കൊയർ അംഗങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർ, വീഡിയോ മറ്റു വിവിധ തലങ്ങളിൽ സംഭാവനകൾ നൽകിയ എല്ലാവരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മാധ്യമത്തിലൂടെ ഗാനങ്ങൾ ശ്രവിക്കുവാനും ആസ്വദിക്കുവാനും ക്ഷമയോടെ ആയിരിക്കുന്ന പ്രിയമുള്ള എല്ലാവരെയും ഞാൻ ഈ ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. മാറാനാഥ യേശു വരാറായി. വെൽക്കം ആൻഡ് ഇൻട്രൊഡക്ഷൻ അറിയിച്ച കർത്തദാസൻ പാസ്റ്റർ ജെയ്സൺ കുഴികളോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് ബഹ്റിൻ KE കൊയറിന്റെ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുക എന്ന ഗാനം അവർ നമ്മൾക്ക് ആയി ഇപ്പോൾ സമർപ്പിക്കും. യഹോവയ്ക്കാർപ്പിടുവിൻ ഭൂവാസികൾ
സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. ഗാനം ആലപിച്ച KE കൊയർ ടീമിനോടുള്ള നന്ദിയെ സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് KEയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാനേജ്മെന്റ് ടീം അംഗവും മീഡിയ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ജിൻസ് കെ മാത്യുവിനെ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. നല്ല സായം സന്ധിക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ പാസ്റ്റർ ജെയ്സൺ കുഴിവിള, ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ അല്ലെ കൺവീനർ ബ്രദർ ബിനോയ്, ഈ മീറ്റിംഗിന് നേതൃത്വം നൽകുന്ന സഹോദരങ്ങളെ എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ആദ്യമായിട്ട് തന്നെ ക്രൈസ്തവ എഴുതുന്ന മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ ഒരു നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുന്നു. ക്രൈസ്തവ എഴുതുന്ന ബഹ്റിൻ ചാപ്റ്ററിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാമിൽ എനിക്ക് ഒരു ഭാഗമാകുവാനും 2 വാക്ക് സംസാരിക്കുവാനും ലഭിച്ച അനുഗ്രഹ നിമിഷത്തെ ഞാൻ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2020 വർഷത്തിന്റെ തുടക്കം ജാനുവരി മുതൽ ഡിസംബർ വരെ നിരവധി പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യുവാൻ സർവ്വകപാലുവായ ദൈവം ഞങ്ങൾക്ക് സാധിച്ചു. ഒന്നും മറച്ചു വെക്കാൻ ഒക്കാതെ എല്ലാവർക്കും അറിയാവുന്നതുമായ നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിനൊക്കെ ഉപരി ബഹ്റിൻ ചാപ്റ്ററെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു മ്യൂസിക് പ്രോഗ്രാമിൽ തുടങ്ങി മെഗാ ബൈബിൾ ക്വിസിൽ എത്തിച്ച് അതിനുശേഷം ഒരു മെഗാ കൺവെൻഷനിൽ എത്തി നിൽക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചു. അതിന് പിന്നെ പ്രവർത്തിക്കുന്ന ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഒന്നും തന്നെ വൃഥാവായി പോകുവാതെ അതിനൊത്ത ഒരു പ്രതിഫലം ഈ നാളുകളിൽ തന്നെ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 3-4 പേർ മാത്രമായി തുടങ്ങിയ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഈ ക്രൈസ്തവ എഴുത്തുര എന്നുള്ളത്. ആ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ ഫിന്നി കാഞ്ഞങ്ങാടിന്റെ ദർശനത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് 3 രാജ്യത്ത് 4 രാജ്യത്ത് ഇരിക്കുന്ന ആളുകൾ ഒന്നിച്ചാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അവർ തുടങ്ങുമ്പോൾ തന്നെ ആ സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളോ വാട്സപ്പോ ഒന്നും തന്നെ ഇതായില്ലായിരുന്ന സമയമായിരുന്നത്. ആ സമയത്ത് തന്നെ അവർ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്താണ് 3-4 പേര് തുടങ്ങിയ ഒരു പ്രസ്ഥാനം. അവർ ചങ്ങല എങ്ങനെ ജോയിൻ ചെയ്യുന്നുവോ അതുപോലെ ഇന്ന് ലോകത്തിന്റെ ഏത് വൻകരയിൽ പോയാലും ക്രൈസ്തവർക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, അവിടെ ഒരു കോർഡിനേറ്ററൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിനൊന്നും ഞങ്ങളുടെ മണി പവറോ മസിൽ പവറോ ഒന്നും തന്നെ ഇല്ല. സർവ്വകപാലുവായ ദൈവം ഞങ്ങൾക്ക് ഓരോ സഹോദരങ്ങളെ ഓരോ സമയത്ത് ഓരോ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഓരോ വിഭാഗങ്ങളിലായിട്ട് അവരെ ഓരോ സഹോദരങ്ങളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അവരുടെ കഴിവും പ്രയത്നവുമാണ് ഈ ക്രൈസ്തവ പ്രസ്ഥാനം വിജയമായി മാറിയിരിക്കുന്നത്. ഈ COVID-19 എന്ന മഹാമാരി വന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു, എങ്ങനെ ഇതൊന്ന് തരണം ചെയ്തു പോകാം, അല്ലെ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. എന്നാൽ തന്നെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ശുശ്രൂഷയിലായ കർത്തദാസന്മാരെ സഹായിക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വന്നു. പ്രാർത്ഥിക്കുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും ചെയ്തു. നിരവധി ആളുകളുടെ സഹായം ഞങ്ങളിലേക്ക് എത്തുകയും അത് പ്രകാരം നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷ വിലയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ചെറിയൊരു കൈസഹായം എത്തിക്കുവാൻ മിഷൻ ടീം അതിന് ചുമതല ഏറ്റെടുക്കുകയും മിഷൻ ഡയറക്ടർ ബ്രദർ റെബിൻ അലക്സിന്റെ നേതൃത്വത്തിൽ അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ ക്രമീകരണങ്ങൾ ചെയ്തു. അത് പ്രകാരം നിരവധി ആളുകൾക്ക് ഒരു സഹായവും നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങൾ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവർക്ക് ഒരു സഹായം എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് വളരെ പറയപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ നിരവധി ഫുഡ് കിറ്റുകൾ, വിതരണങ്ങൾ, കാര്യങ്ങൾ മീഡിയ ലെവലില് ഡെയിലി പത്രം, ഡെയിലി മന്ത്ലി മാഗസിൻ, എങ്ങനെ പല രീതികളിൽ മുന്നോട്ട് പോയി. എന്നാൽ വർഷത്തിന്റെ അവസാനമായപ്പോൾ എന്ത് ചെയ്യാം എന്നതിനെ പറ്റി ഒരു ചിന്ത ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ചാപ്റ്ററായ ഡൽഹി ചാപ്റ്റർ, തലസ്ഥാന നഗരിയുള്ള ഡൽഹി ചാപ്റ്ററും അവിടെയുള്ള ശ്രദ്ധയും ബീഹാർ ചാപ്റ്ററും ഗുജറാത്ത് ചാപ്റ്ററും ഒന്നിച്ച് ആലോചിച്ച ഒരു തീരുമാനം, അവരൊരു പ്രോഗ്രാം കണ്ടെത്തി, ബ്ലാങ്കറ്റ് ചലഞ്ച് എന്നുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഗുജറാത്ത് ആയാലും ബീഹാർ ആയാലും നോർത്ത് ഇന്ത്യ പ്രദേശം എത്രത്തോളം തണുപ്പിന്റെ സമയമായി കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്തോരം തണുപ്പുണ്ട്, എത്രത്തോളം തണുപ്പുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെ ഒന്ന് സഹായിക്കണം, അവരെ ഒന്ന് ഒരു പുതപ്പിന് കീഴിൽ മൂടണം എന്നൊരു ഞങ്ങൾക്ക് ആഗ്രഹം വരികയും അങ്ങനെ ബ്ലാങ്കറ്റ് ചലഞ്ച് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അത് പ്രകാരം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലാങ്കറ്റ് ചലഞ്ച് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും ഞങ്ങളെ അത്ഭുതകരവും അതിശയകരമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചാപ്റ്റർ അംഗങ്ങൾ, അതിനൊക്കെ വേണ്ടി യൂണിറ്റ് അംഗങ്ങൾ, ഞങ്ങളുടെ ഓരോ പ്രവർത്തകരും അതിന് എപ്പോഴും തന്നെ മുൻപന്തി നിന്നുകൊണ്ട് കാര്യങ്ങൾ അവരുടെ ഐഡിയപരമായ കാര്യങ്ങൾ ഒത്തിരി ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ 2021 ദൈവം ഞങ്ങളെ കൊണ്ട് അധികമായി ചെയ്തതിൽ അക്കാട്ടിൽ അധികമായി ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്.
വേറെ ചാപ്റ്ററിനും അതിന്റെ ഒരു ഭാഗമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുവാൻ പാപ്പച്ചൻ, അതിന്റെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി സാംസാജി പെരുമ്പാവു, അങ്ങനെ നിരവധി ആളുകൾ ഈ ചാപ്റ്ററിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. അവർക്കെല്ലാം ഒരു സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മാനേജ്മെന്റ് ടീമിന് വേണ്ടി മാനേജ് ടീമിന് വേണ്ടിയുള്ള ആശംസ ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്ക് ഇത്ര സമയം അനുവദിച്ചു തന്ന എന്റെ കൺവീനറോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കെയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയിച്ച ജിൻസ് കെ മാത്യുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്കൊരു ഗാനം കേൾക്കാം. സിസ്റ്റർ സാൻഡ്ര ആൻഡ് മാത്യു നിങ്ങൾക്കായി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതാണ്. പകലിലും ഇരുവിലും ഞാൻ പാടിടും നാദം ചെയ്ത നന്മകൾ എന്ന ഗാനം ഇപ്പോൾ നമ്മൾക്ക് കേൾക്കാം.
ആലപിച്ച സാൻഡ്രയോടുള്ള നന്ദി അറിയിക്കുന്നു. ബ്രദർ ജെയിംസ് ആൻഡ് സിസ്റ്റർ സിജ അവർ ഒരുമിച്ച് ആലപിക്കുന്ന നമുക്ക് പഴയൊരു ഗാനം നമുക്ക് കേൾക്കാം. തുണ എനിക്ക് യേശുവേ എന്ന് തുടങ്ങുന്ന ഗാനം അവർ നമ്മൾക്കായി പാടുന്നതാണ്. തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ.
ജെയിംസ് ഫാമിലിയോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഒരു ആക്ഷൻ സോങ് നമുക്ക് കാണാം. അത് അവതരിപ്പിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പ് സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ആക്ഷൻ സോങ്. ഷാരോണിലെ കുഞ്ഞുങ്ങളോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് സിസ്റ്റർ ടിസ തോംസൺ അവതരിപ്പിക്കുന്ന ഒരു ഹിന്ദി സോങ് നമുക്കിപ്പോൾ കേൾക്കാം. दुनिया के लोग
സിസ്റ്റർ തിസ തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്കൊരു സോളോ കേൾക്കാം. ബ്രദർ സാം സജിയെ അതിനായി മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളു. എന്നെ കരുതും ഉള്ളം കരത്തി എന്നെ വായിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തി എന്നെ വായിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃദയിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃദയിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും വീശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തി എന്നെ വായിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരുകിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തി എന്നെ വായിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തി എന്നെ വായിക്കും
സാം സജിയോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മനോഹരമായി പാടുവാൻ ദൈവത്തിന് കൃപ കൊടുത്തല്ലോ. തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ബെദേസ കിഡ്സ് അവതരിപ്പിക്കുന്ന ഒരു കൊറിയോഗ്രാഫി നമുക്ക് കാണാം. I
വ്യത്യസ്ത കുഞ്ഞുങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അത് ഈ കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ച അധ്യാപകരോടും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള കെയുടെ നാമത്തിലുള്ള നന്ദിയെ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഇനിയും അടുത്തതായി ബ്രദർ തോമസ് ആൻഡ് ഫാമിലിയുടെ ഒരു ഫാമിലി സോങ് നമുക്കിപ്പോൾ കേൾക്കാം. നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെന്നേശുവേ. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം
കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എൽ ശദ്ദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. യഹോവ ഈരേയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. യഹോവ ഈരേയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ, എപ്പോഴും എന്നെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. തോമസ് ചായനോടും ഫാമിലിയോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവസന്നിധിയിൽ അല്പസമയം നമുക്കൊന്നിച്ച് ആരാധിപ്പാൻ ഇടയാകട്ടെ. ആരാധന ശേഷവും നമ്മുടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ദൈവവചനം ഇപ്രകാരം പറയുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ലോകത്തിൻ്റെ നദികൾ പലതിനെ നശിപ്പിക്കുമ്പോൾ, പലതിനെ മുക്കുമ്പോൾ, പലതിനെ ഇടിച്ചു കളയുമ്പോൾ
കർത്താവിൻ്റെ ആത്മനദി ഇപ്രകാരം പറയുന്നു, ഇത് ചെല്ലുന്നിടത്തൊക്കെയും ജീവൻ പ്രാപിക്കും, പ്രത്യാശയുളവാക്കും. ഹല്ലേലൂയ. ഈ നദിയിൽ ഇറങ്ങുന്നവർക്കൊക്കെയും ഹല്ലേലൂയ നിത്യജീവൻ ഉണ്ടാകുമെന്ന് വചനത്തിൽ നമുക്ക് കേൾപ്പാനിടയായി. ആത്മനദി ഇറങ്ങി ഇന്ന് രാത്രിക്കാലം നമുക്കൊന്നിച്ച് മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹത്തിലേക്ക് നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മനദി എന്നിലേക്ക് ഒഴുകുന്ന ഒരു ഗാനം ഒന്നിച്ചു പാടി സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദുഃഖം നിന്നെ നേരിട്ടെന്നാലോ, എത്ര ശത്രു നിന്നെ പാകച്ചെന്നാലോ, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലോ, എത്ര ശത്രു നിന്നെ പാകച്ചെന്നാലോ, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായ്ത്തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായ്ത്തൻ കൂടെയുണ്ടല്ലോ.
സ്ഥിരമായ രാജ്യത്തെത്തിക്കൂ. അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്റെ നിത്യനാളവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക. നിന്റെ നിത്യനാളവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കൂടുവാൻ നമുക്കിടയായല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. തുടർന്ന് നമുക്ക് IPC ബെതൽ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ആൻ ജെറുഷിൻ്റെ ചെറിയൊരു സന്ദേശം നമുക്കിപ്പോൾ കേൾക്കാം. Praise the Lord. Respected pastors, aunties, uncles, and all my dear friends, I am very glad to stand before you with this living word of God. My message topic is obedience. Yes, obedience. What is obedience? Let's read a verse from the Bible. 1 Samuel 19 verse 22. To obey is better than sacrifice, and to heed is better than fat of rams. Let's pray. Our Heavenly Father, thanks for guiding us and keeping mighty wings. Thanks for helping us, God. Please help all the people to understand this message and to enter their hearts and heal them. All I ask in Jesus' name, I pray. Amen. Yes. Why is obedience so important to God? When we read the Bible from Revelation, from Genesis to Revelation, we can clearly see how obedience is so important to God. We can see in the 10 commandments of God how it's so important obedience in the Bible. In Deuteronomy 11 verse 28, also we can see God blesses obedience and curse who all disobey Him. There are 4 reasons why obedience is so important to God. First, God calls us to obey His word. Second, God rewards obedience. Third, disobey and you will be cursed. Obedience proves our love to God. First, Jesus calls us to obey His words. In Jesus, we can find the perfect model of obedience. As a disciple, we also must obey His words and follow Him, how He obeyed. Philippians 2 verse 8 also says the same thing. Second, God rewards obedience. Over and over in the Bible, we can see how God rewards obedience. When we look in the 10 commandments also, we can see how God rewards obedience. Genesis 11 verse 28, we can see, and through the nations you will be blessed because you have obeyed me. Yes, if you obey God, and God will bless us, and we will be the blessed in all nations, as God has commanded to Abraham. When we come to the New Testament, also God blessed many people who obeyed His words. We can take Jesus as the best example. He obeyed His parents till His life ends. Exodus 15 verse 8, Luke 11 verse 28 also says the same thing. For it is written, listen to God and obey His words, then God will bless you. If you disobey Him, of course you are fooling yourselves. It's like glancing your face in the mirror. While you forget, first you look, then you forget what you look like. Then the same thing, if you look in the commandments of God who sets you free, then you will be saved because God will bless you. Because God has blessed many people in the Bible, we can see David, Abraham, everyone God has blessed in the Bible. For surely God will bless us also. Third, obedience to God proves our love. How does obedience to God proves our love? If you obey God and walk in the commandments which God has taught us, and if you walk in the commandments of God and what God commanded us to do, then only we will be blessed. And also God will reward us for that. Yes, of course we know God's rewardness is the biggest, greatest gift ever. When we look in 1 Samuel, when we look to 1 John, also we can see the same thing. Jesus is the perfect example for that also. Fourth, disobey and you will be cursed. Yes, if you disobey Him, of course we will be cursed.
We can look in Adam also. He disobeyed God, and also the whole world became sinners. So, my dear friends, we have to obey God and be the ambassadors of the kingdom of heaven. Jesus Christ, the only one who came from heaven to save us all the sinners. So, I conclude my message by saying that we all must obey God and obey His commandments. Then only we can enter the kingdom of heaven. The second coming of God is so near. So let us obey Him and follow Him. Thank you. താങ്ക് യു ആൻ. ദൈവം കുഞ്ഞിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മേലാലും ബലപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ സിസ്റ്റർ ലിറ്റിഫിനി നമുക്കായി ഒരു പഴയ ഗാനം പാടുന്നു. ജീവനെ എൻ ജീവനെ നമോ നമോ.
സാദരം നമോ നമോ. മനുകുലത്തിന് വലിയ രക്ഷ നൽകിയ ദയാപര നിവാവാനോർ വാഴ്ത്തും നായക. നിവാവാനോർ വാഴ്ത്തും നായക. ജീവനേയും ജീവനേ നമോ നമോ. ജീവനേയും ജീവനേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര നിവാവാനോർ വാഴ്ത്തും നായക. നിവാവാനോർ വാഴ്ത്തും നായക. ജീവനേയും ജീവനേ നമോ നമോ. ജീവനേയും ജീവനേ നമോ നമോ. പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകര നിവാവാനോർ വാഴ്ത്തും നായക. നിവാവാനോർ വാഴ്ത്തും നായക. സിസ്റ്റർ ലിറ്റി ഫിനിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ധാരാളം പാടുവാൻ തൻ്റെ മകളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയാണ് നമ്മുടെ പ്രാണനാഥനെ കാണുവാൻ സമയമായി എന്നുള്ളത്. നമ്മുടെ ജീവിതയാത്രയൊക്കെയും നമ്മുടെ പ്രാണനാഥനെ കാണുവാൻ ആശ വെച്ച് നാം മുന്നോട്ട് പോവുകയാണ്. പ്രത്യാശയിൽ ജീവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് IPC ബഹ്റിൻ ചർച്ചിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കായി പാടുന്നു.
കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ഒരു സോളോ സോങ് കേൾക്കാം. പാടുന്നത് ജോബിൻ ജോൺ. പഴയ ഒരു ഗാനമാണ് നമുക്കായി പാടുന്നത്. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം. നീരിടും വേളകളിൽ ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂരച്ചെടിയിൻ കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീരിടും വേളകളിൽ ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക് ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ ആഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവൻ ആത്മദാഹം തീർത്തിടും നീ എൻ സ്വന്തം നീ
ചതഞ്ഞ ഓടയോടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ, വിടുതലിൻ ദൈവം എന്നേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറിടും വേളകളിൽ ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. നന്ദി ജോബിൻ ജോൺ. ദൈവം ധാരാളമായി തൻ്റെ മകനെ അനുഗ്രഹിക്കട്ടെ. ധാരാളം പാടുവാനും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ തൻ്റെ മകനെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ഗ്രൂപ്പ് സോങ് പാടുന്നത് ബ്രദർ തോമസ് ആൻഡ് ടീം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ഡോക്ടറുടെ വാക്കല്ല, കോടതിയുടെ വാക്കല്ല, രാഷ്ട്രീയക്കാരുടെ വാക്കല്ല, യേശുവിൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ ഈ കാലഘട്ടത്തിൽ ലോകം കാതോർത്തിരിക്കുകയാണ്. യേശുവിൻ്റെ ഒരു വാക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ റെജി നാരായൺ എഴുതിയ വരികൾ, അദ്ദേഹം തന്നെ ഈണം നൽകിയ ഈ ഗാനം ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു. പ്രാർത്ഥനയോടെ ദൈവനാമ മഹത്വത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എൻ്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി,
എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ, ഒരു വാക്കു മതി, എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എനിക്കു പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്കു പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ, ഒരു വാക്കു മതി, എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാ,
എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, 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 ഒരു വാക്കുമതി എനിക്കതു മതിയേ. തോമസ് ചാനാൻ ടീമിനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവസാനമായി ക്രൈസ്തവ എഴുത്തുപര ബഹ്റിൻ കോയർ നിങ്ങൾക്കായൊരു പാട്ട് പാടുന്നു. നമുക്കൊന്നിച്ച് പാടി സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എനിക്കാനന്ദമേറെയുണ്ട്.
ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ഗോതമ്പുമണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ തിരിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഒത്തിടല്ലേ. ഗോതമ്പുമണി പോൽ മണ്ണിൽ നമ്മുടെ ജീവനെ തിരിച്ചിടാം. ആത്മനാഥനെ അനുസരിക്കുമ്പോൾ കഷ്ടങ്ങൾ ഒത്തിടല്ലേ. അന്ത്യനാളിൽ 100 മേനി കാഴ്ച വച്ചിടുമ്പോൾ സ്വർഗീയ സൈന്യം ആത്മനാഥ ഉച്ചത്തിൽ മുഴക്കുമേ. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. എന്റെ പ്രാണപ്രിയനെ പ്രത്യാശകരണനെ നിന്റെ വരവ് നിനയ്ക്കുമ്പോൾ എനിക്ക് ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂറുള്ള നിത്യതയോർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. കൊയറിനോടുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ നന്ദി പറയുന്നതിനായി ക്രൈസ്തവ എഴുത്തുപുര ബഹ്റിൻ ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ സാം സജിയെ ഞാനിതിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മ്യൂസിക് ഫെസ്റ്റ് 2021 എന്നുള്ള ഈ മ്യൂസിക് ഈവനിങ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിന് എല്ലാവരോടും ഉള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതിനെല്ലാം ഉപരി തുടക്കം മുതൽ ഈ സമയം വരെ എല്ലാം വളരെ ചന്തവും ഉചിതവുമാക്കി തീർത്ത കർത്താവിന്, സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിച്ച പാസ്റ്റർ ജോസഫ് സാം, പാസ്റ്റർ വിൻലി ജോസഫ് എന്നിവരോടുള്ള നന്ദി ക്രൈസ്തവ എഴുത്തുപുര ബഹ്റിൻ ചാപ്റ്ററിന്റെ പേരിൽ അറിയിക്കുന്നു. അതുകൂടാതെ വെൽക്കം ആൻഡ് ഇൻട്രൊഡക്ഷൻ ചെയ്ത ഞങ്ങളുടെ KE ബഹ്റിൻ ചാപ്റ്ററിന്റെ അഡ്വൈസറി ആയിരിക്കുന്ന പാസ്റ്റർ ജെയ്സൺ കുഴുവിലോടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇതുകൂടാതെ KE ബഹ്റിൻ ചാപ്റ്ററിന് വേണ്ടി നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കുന്ന ബ്രദർ ആഷിർ മാത്യു, ബ്രദർ ജിൻസ് മാത്യു എന്നിവരോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇതിനെല്ലാം ഉപരി ഇന്നത്തെ പ്രോഗ്രാമിന് ഏറ്റവും കളർഫുൾ ആക്കി തീർത്ത നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകളാണല്ലോ. IPC ബെദേസ്ത, ഷാരോൺ, AG, IPC ബഹ്റിൻ, IPC ബദേൽ എന്നീ ചർച്ചകളിലെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടി നല്ല പ്രോഗ്രാമുകൾ, വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തല്ലോ. കുഞ്ഞുങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഈവനിങ്ങിൽ കീബോർഡ് വായിച്ച് സഹായിച്ച ബ്രദർ സന്തോഷ്, ഗിറ്റാർ വായിച്ച ബ്രദർ സുബിൻ, ഡ്രംസ് വായിച്ച ജെഫിൻ എന്നീ കർത്തൃദാസന്മാരുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വളരെ മനോഹരമായി സൗണ്ട് മിക്സ് ചെയ്ത ബ്രദർ ഏബലിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ആദ്യോടന്തം കോർഡിനേറ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളായ ബ്രദർ ബിനോയ്, ബ്രദർ ജിബിൻ മാത്യു എന്നിവരെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. ഈ കർത്തദാസന്മാരോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ഈ വീഡിയോ വളരെ മനോഹരമായി ലൈവ് സ്ട്രീം ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ബ്രദർ സിബി, ബ്രദർ പ്രവീൺ എന്നിവരോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു.
ഇതിനെല്ലാം ഉപരി ഈ ഹോൾ ഞങ്ങൾക്ക് വിട്ടുതന്ന IPC പെനിയൽ ദൈവസഭയോടും കർത്തൃദാസിനോടും കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് KE ബഹ്റിൻ ചാപ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയേണ്ടതിനായി IPC ബഥേൽ ബഹ്റിൻ ചർച്ചിന്റെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ വിനിൽ C. ജോസഫിനെ ഞാൻ ഇതിനായി ക്ഷണിച്ചു. ക്രൈസ്തവ എഴുത്തുപുരയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നടപ്പാൻ ദൈവം സഹായിച്ചല്ലോ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഏവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് പോലെ കർത്താവെ, ഈ 2021 അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്ര മനോഹരമായൊരു പ്രോഗ്രാം നടത്താൻ ദൈവം ക്രൈസ്തവ എഴുത്തുപുരയെ ദൈവം ബലപ്പെടുത്തിയതോർത്തു സ്തോത്രം. സകലതും നന്മയ്ക്കായി തീരണമേ കർത്താവെ. തലമുറകൾ പ്രിയപ്പെട്ടവർ ഒക്കെ അനുഗ്രഹീതമായി പാട്ടുകൾ പാടുവാൻ, പ്രോഗ്രാമുകൾ അവതരിപ്പാൻ ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾക്ക്, അവർക്ക് കൊടുത്ത താലന്തുകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ. വിശേഷാൽ കർത്താവെ, മഹാമാരി അതിൻ്റെ അനുഭവങ്ങൾ ദൈവമേ 2021 അതിൽ നിന്നൊരു വലിയ വിടുതൽ ദേശത്തെ ദൈവം കൽപ്പിച്ചാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതൊരു അനുഗ്രഹത്തിൻ്റെ വർഷം, വിടുതലിൻ്റെ വർഷമാക്കി കർത്താവ് തീർക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തമായ വിടുതലുകൾ കർത്താവ് കൊടുക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന, കാണുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഈ ക്രൈസ്തവ എഴുത്തുപുരയിലൂടെ ഈ 2021 ധാരാളം പ്രോഗ്രാമുകൾ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ ദൈവം സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ആത്മനിറവ് കൊണ്ട്, അഭിഷേകം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഓടുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ കർത്താവ് ഇടയാക്കണം. അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേകർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരിലൂടെ കർത്താവ് ഓരോ ശുശ്രൂഷകളും ചെയ്തെടുക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. സകലതും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അടിയനെ ദൈവകരത്തിൽ താഴ്ത്തുന്നു. മാനവും മഹത്വവും പുകഴ്ചയെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തോടും, ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ച പ്രിയപ്പെട്ടവരോടും, ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ.